ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ തിബിലിസി സിറ്റിയിലെ വളരെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ സിറ്റിക്ക് അടുത്തായിട്ട് തന്നെ സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നെക്സ്റ്റ് ഡേ നമ്മളിപ്പം ഇന്ന് രാവിലെ തന്നെ മുന്നേ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് പുതിയൊരു ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ സിറ്റി ടൂറിന് പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗത്തിൽ ഈ ഹോട്ടലൊന്ന് നോക്കിയിട്ട് നമുക്ക് നേരെ സിറ്റി ടൂറിലേക്ക് പോവാം. ഹോട്ടലിൻ്റെ പേര് വരുന്നത് ഗാർഡൻ ബുട്ടീക്ക് ഹോട്ടൽ എന്നാണ്. ഇതാണ് റിസപ്ഷൻ ഏരിയ വരുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയയും വരുന്നത്. ഇവിടെ അല്ലെങ്കിൽ ഔട്ട്ഡോറിലിരുന്ന് ഡൈനിങ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഹൈ ഗാർഡനിൽ 215 ഇവിടെ 210 വലിയ വ്യത്യാസമൊന്നുമില്ല. ഏകദേശം 300 ദിറംസ് തന്നെയാണ് രണ്ടിനും വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ റൂമിലേക്ക് പോകുമ്പം ഞങ്ങൾക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത് ഇവിടെ ആയിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡ് വൈഫ് 2 കിഡ്സിനെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് സെപ്പറേറ്റ് 2 റൂമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. കണക്റ്റഡ് റൂമുകൾ തന്നെയാണ്. പക്ഷേ കിഡ്സിൻ്റെ റൂമിൽ സെപ്പറേറ്റ് 2 ബെഡും അഡൽട്ട്സിൻ്റെ റൂമിന് ഒരു ഡബിൾ ബെഡ് അങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ 2 റൂമിലും എല്ലാ ഫെസിലിറ്റീസും ഇപ്പോൾ കിറ്റിലാണെങ്കിലും വാഷ്റൂം ആണെങ്കിലും ഒക്കെ സെപ്പറേറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള റൂം തന്നെ ആയിരുന്നു. പിന്നെ 2 റൂമിൽ നിന്നും പുറത്തേക്ക് വ്യൂ വരുന്ന ബാൽക്കണി ഏരിയ ഒക്കെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തായാലും നമുക്ക് ജസ്റ്റ് നൈറ്റ് സ്റ്റേ ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇത്ര തന്നെയാണ് നമ്മൾ ഹോട്ടൽ സ്റ്റേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കി ഡേ ടൈമൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും സിറ്റി ടൂറിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. തിബിലിസി സിറ്റി ടൂർ അത്യാവശ്യം നടന്ന് കാണാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ എല്ലാം ഒക്കെ ഇങ്ങനെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളായത് കാരണം നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ടാക്സിക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്തു. പിന്നെ പാർക്കിംഗ് നമുക്ക് ഈ ഒരു ഹോട്ടലിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ പാർക്കിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ പാക്കേജൊക്കെ എടുത്ത് വരുന്നവർ ഒരുവിധം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് മാത്രമാണ് വിസിറ്റ് ചെയ്യാറുണ്ടാവുക. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ സാധാരണ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് കാണുന്ന ആ ഒരു ഭംഗി കാര്യങ്ങളൊന്നുമില്ല. എല്ലായിടത്തെയും പോലെ തന്നെ ലോക്കൽ മാർക്കറ്റിൻ്റെതായ ഒരു കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. അതിപ്പോൾ സമയക്കുറവുള്ളവർക്കും പിന്നെ അതിനോട് ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്കും ഒക്കെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടും കുറേ ദൂരമൊക്കെ നമ്മൾ നടന്ന് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ശരിക്കും ജോർജിയ ട്രിപ്പിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് തിബിലിസിയിൽ തന്നെയാണ്. നമുക്കൊരു മുഷിവ് തോന്നാത്ത നടത്തമാണ്. അതായത് ഇപ്പോൾ വഴികളാണെങ്കിലും ഒക്കെ ഈ മുന്തിരികളൊക്കെ പടർന്ന് നിൽക്കുന്ന വഴികളും ഒരു പഴയ സ്റ്റൈലിലുള്ള വീടുകളൊക്കെ ആയിട്ട് നമുക്ക് നല്ല എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഐറ്റ്നർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്ലാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്തിട്ടായിരുന്നു ഓരോന്നും കണ്ടു വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളിപ്പോൾ ഈ നടക്കുന്നത് ഒരു ഷവർമ തപ്പിയിട്ടാണ്. ഇവിടെ ബെസ്റ്റ് ഷവർമ കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ദൂരമേ ഉള്ളൂ. എന്തായാലും നമ്മളതിപ്പോൾ നടന്ന് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അതിനടുത്തായിട്ട് തന്നെയാണ് നമുക്ക് ഓൾഡ് തിബിലിസി വരുന്നത്. അവിടെ നമുക്ക് അത്യാവശ്യം കുറേ കാര്യങ്ങൾ കാണാനുള്ളതാണ്. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഷവർമയാണ് ഇവിടുത്തെ സ്മോളസ്റ്റ് സൈസ്. ഇത് തന്നെ നമുക്കൊരു ഫാമിലി പാക്കായിട്ട് ഉപയോഗിക്കാം. അത്രയ്ക്ക് നല്ല സൈസും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉള്ള സംഭവം തന്നെയാണ്. പിന്നെ നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഓൾഡ് സിറ്റിയിലേക്കാണ്. നമ്മൾ ഇവിടുന്ന് ഒരു ടാക്സി പിടിച്ചിട്ടാണ് പോകുന്നത്. ഒരു 10 ലാറിയാണ് ചാർജ് വരുന്നത്. അതും നമുക്ക് ബാർഗെയിൻ ചെയ്യാം. നല്ല പ്രായമുള്ള ഒരാളാണ് നമുക്ക് ഡ്രൈവറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടുത്തെ ചാർജൊക്കെ നമ്മളിപ്പോൾ ബാർഗെയിൻ ചെയ്യുന്നതൊക്കെ നമ്മളിങ്ങനെ മൊബൈലിൽ ടൈപ്പ് ചെയ്തിട്ടായിരുന്നു. ലാംഗ്വേജ് എല്ലായിടത്തും ഒരു പ്രശ്നം തന്നെയായിരുന്നു. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഓൾഡ് തിബിലിസിയിലേക്കാണ്. ഇവിടെ ഒത്തിരി സംഭവങ്ങൾ നമുക്ക് കാണാനുള്ളതുണ്ട്. പിന്നെ ഒരുപാട് ഈ വൈൻ ഷോപ്പുകളും ചാച്ച ഷോപ്പുകളും ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ടേസ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങളെപ്പോലെ ആൻറ്റിക് ലവേഴ്സ് ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഇവിടെ എന്ത് നോക്കിയാലും ഒരു ആൻറ്റിക് ടച്ച് ഉള്ളതാണ്. അതിപ്പം സാധനങ്ങളായാലും ബിൽഡിങ്ങുകളായാലും പള്ളികളായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ ഒത്തിരി ഏരിയ നമുക്ക് കാണാനുണ്ട്. നമ്മളിങ്ങനെ ഒന്ന് കറങ്ങി ഓരോന്ന് കണ്ട് വരുമ്പോഴത്തേക്കായിരിക്കും ചിലപ്പോൾ നമ്മൾ പോയിടത്ത് തന്നെ തിരിച്ചെത്തും. അങ്ങനെ കുറച്ച് ഒരു കൺഫ്യൂഷനും കൂടിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ കഫേകളുടെ മുന്നിലൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മ്യൂസീഷ്യൻസ് ഒക്കെ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പള്ളിയിലേക്കാണ്. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് വരുന്നവർക്ക് അത്യാവശ്യം കൺഫ്യൂഷൻ ഉണ്ടാവും. അത്രയ്ക്കധികം പള്ളികളുണ്ട്. പക്ഷേ ഇവിടുത്തെ പള്ളികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ് ഇവിടേക്ക് വരുന്നത് തന്നെ. ഈ കാണുന്ന ഒരു കഫേയാണ്. കഫേന്ന് പറയാൻ പറ്റില്ല. കോഫി വേണമെന്നുള്ളവർക്ക് കോഫി കുടിക്കാം, ബിയർ വേണമെന്നുള്ളവർക്ക് ബിയർ കുടിക്കാം. എന്തായാലും ആ ഒരു ക്ലൈമറ്റൊക്കെ അനുസരിച്ച് ആൾക്കാർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒട്ടുമിക്ക റെസ്റ്റോറൻറ്റുകളുടെയും കഫേകളുടെയൊക്കെ കൂട്ടത്തിൽ നല്ല മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടാവും. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിരുന്നൊരു കോഫിയൊക്കെ കുടിക്കാൻ തോന്നുന്ന ഒരു ക്ലൈമറ്റും കൂടിയായിരുന്നു.
നമ്മൾ ഈ കഴിഞ്ഞ സെപ്റ്റംബർ ലാസ്റ്റോടു കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് അത്യാവശ്യം ചൂടൊക്കെ മാറിയിട്ട് തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ രീതിയിലുള്ള മഴയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഈ നടക്കുന്നത് ഓൾഡ് തിബിലിസിയിലാണ്. ഇവിടുത്തെ വീടുകൾ എന്ന് പറയുന്നത് നമ്മൾ ഹൈ റേഞ്ചിലൊക്കെ കാണുന്ന പോലെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത്യാവശ്യം ഇങ്ങനെ കയറ്റങ്ങളിൽ ഇരിക്കുന്ന വീടുകളാണ്. ശരിക്കും താഴ്ന്നു നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. പിന്നെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ മാത്രം കവർ ചെയ്യുന്ന ആൾക്കാർക്ക് ശരിക്കും കേബിൾ കാർ വഴി നേരെ ഇതിൻ്റെ ടോപ്പിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ച് വന്നത് കാരണം നമ്മൾ കുറേ അധികം നടക്കുന്നുണ്ടായിരുന്നു. വളരെ കുറച്ച് ആളുകൾ മാത്രമേ അങ്ങനെ നടന്നിട്ട് കയറുന്നുണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം നല്ല കയറ്റമായതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് തളർച്ചയൊക്കെ തോന്നുന്നുണ്ടായിരുന്നെങ്കിലും ജോർജിയയിൽ എവിടെ നോക്കിയാലും പട്ടികളെയും പൂച്ചകളെയൊക്കെ കാണാൻ കിട്ടുന്നത് കൊണ്ട് കുട്ടികൾ ഒരുവിധം ഓക്കെ ആയിരുന്നു. പട്ടി എന്താണ് വാടാ വാടാ ഇവിടെ വാടാ. ബെലുഗ Are you beluga? Are you beluga? പിന്നെ നമ്മൾ മേളിലേക്ക് കയറിയിട്ട് താഴേക്ക് നോക്കുമ്പോൾ ഒരു വ്യൂ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും കുറച്ചും കൂടെ കയറിയിട്ട് ഏറ്റവും ടോപ്പിൽ പോയി എന്ന് നോക്കാനൊക്കെ തോന്നും. പിന്നെ ഇവിടെ ഇതിന് മുകളിലായിട്ട് കുറച്ച് ഹോട്ടലുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അതായത് നമ്മളിപ്പം ആ ഒരു സിറ്റി ഭാഗത്ത് എടുത്തതിനേക്കാളും കൂടുതൽ റേറ്റ് ഉണ്ട്. കാണാൻ അതിൻ്റെതായ ഒരു ഭംഗിയും ഉണ്ട്. ഇതാണ് കഫേ ഫ്രീഡാസ്. ഫ്രീഡാസിൻ്റെ മീനിങ് തന്നെ ബ്യൂട്ടിഫുൾ എന്നും പീസ് എന്നും ഒക്കെയാണ്. ശരിക്കും ആ ഒരു പേര് പോലെ തന്നെ അകത്ത് അതിമനോഹരം എന്ന് തന്നെ പറയാം. ഞങ്ങൾ തന്നെ അറിയാണ്ട് അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പുറത്ത് ബോർഡ് കണ്ടിട്ട് ഞങ്ങൾ ഇതൊരു കോഫി ഷോപ്പാന്ന് വിചാരിച്ചിട്ടായിരുന്നു ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഈ എൻട്രൻസിൻ്റെ ഭാഗത്ത് തന്നെ ഒത്തിരി നല്ല ഡെക്കറേഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. കുറേ അധികം ഇങ്ങനെ വുഡനും ഷെല്ലും ഒക്കെ കൊണ്ട് ചെയ്തിരിക്കുന്ന ഡെക്കറേഷനൊക്കെ ഉണ്ട്. പിന്നെ കുറച്ചുകൂടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു ടെലിഫോൺ ബൂത്ത് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തുള്ള ഈ ഒരു ഹോട്ടൽ ചെക്ക് പോയിന്റ് കണ്ടപ്പോഴാണ് ഹോട്ടൽ കൂടി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മേളിൽ റൂമുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ എല്ലാം ഭയങ്കര ക്രിയേറ്റീവായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ താഴെ കാണുന്ന മാൻഹോൾ വരെ ഒരു പിക്ചറായിട്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ സ്റ്റെപ്പിലൊക്കെ പല പല കളറിൽ ഇങ്ങനെ പെയിൻ്റ് ഒക്കെ ചെയ്തിട്ട് തടി കൊണ്ടുള്ള തറയൊക്കെയാണ്. കാണാനും ഒരു പ്രത്യേക വൈബ്. അതുപോലെ മുകളിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു പിയാനോയിൽ കുറേയധികം ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ചോരുകളിലൊക്കെ ഇങ്ങനെ ടൈൽസൊക്കെ വെച്ചിട്ടൊക്കെ കുറേ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്. പിന്നെ ഇതേ ആംബിയൻസിന് ചേരുന്ന മ്യൂസിക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടുമെന്ന് അറിയാത്ത കാരണം ഞാൻ ഇടാത്തതാണ്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് റൂമുകളുടെ ഏരിയ വരുന്നത്. നമ്മൾ അങ്ങനെ റൂമിൻ്റെ ഉൾഭാഗമൊന്നും കയറി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. $100 പെർ ഡേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനിയും എപ്പോഴെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഓൾഡ് സിറ്റിയിൽ ഈ കുന്നുംപുറത്തൊക്കെ താമസിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അത്യാവശ്യം കറങ്ങി നടന്നത് കാരണം നമുക്ക് ഏറെക്കുറെ ഒരു ജോർജിയയുടെ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഓൾഡ് തിബിലിസിയിൽ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാനും ഒത്തിരി സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി വെറൈറ്റി സംഭവങ്ങളും പിന്നെ ഇപ്പം ജ്വല്ലറികളും അങ്ങനെയുള്ള സാധനങ്ങളും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് തന്നെയാണ്. അവിടെ ഒരു ബോട്ടിംഗ് ഉണ്ട്, അതുകൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടായിരുന്നു. അതുപോലെ ശരിക്കും നമ്മൾ നടന്ന് കാണാനാണെങ്കിൽ ഒത്തിരി സംഭവങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ഗ്ലാസ് ബീഡ്സും ബീഡഡ് ജ്വല്ലറീസും ഈ മെറ്റൽ ജ്വല്ലറീസും പ്രത്യേകിച്ചും ആൻറ്റിക് സ്റ്റൈലിലുള്ള ജ്വല്ലറീസും ഒക്കെ മേടിക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് നടക്കാവുന്ന ദൂരം തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ നടന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ കുറേ അധികം വെറൈറ്റി കഫേകളും ബിയർ പാർലറുകളും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഗ്ലാസ് ബ്രിഡ്ജിന് അടുത്തായിട്ട് തന്നെ ഒരു ബിയർ പാർലറുകളുടെയൊക്കെ ഒരു ഏരിയ തന്നെ ഉണ്ട്. അവിടത്തേക്ക് ഒരു നൈറ്റ് ലൈഫൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് ഒരു ഈവനിങ് സമയത്തൊക്കെ ആയിരിക്കും ഈ ഒരു ഭാഗമൊക്കെ വിസിറ്റ് ചെയ്യാൻ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക. ഇവിടെ മനോഹരമായിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ടെങ്കിലും ടൂറിസ്റ്റുകളൊക്കെ ഗ്രൂപ്പായിട്ടാണ് മിക്കവാറും വരുന്നുണ്ടാവുക. അപ്പം അവരെയൊക്കെ സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്ന കുറേ ഡെസ്റ്റിനേഷൻസിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് പോകുന്നത് കാരണം നമുക്ക് എല്ലാ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ ഒരു ബ്രിഡ്ജിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് ഈ ഒരു സ്ട്രീറ്റ് വരുന്നത്. ഈ സ്ട്രീറ്റ് ഇങ്ങനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ നമുക്ക് ഒത്തിരി സംഭവങ്ങളൊക്കെ കാണാനുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ മിക്കവാറും പറ്റുന്ന പ്രശ്നമാണ് നമുക്ക് മൊബൈലിലൊക്കെ ചിലപ്പോൾ ചാർജൊക്കെ കഴിഞ്ഞു പോകും. അപ്പോൾ ഇവിടെ പവർ ബാങ്ക് വേണമെങ്കിൽ നമുക്ക് വാടക എടുക്കാനുള്ള ഓപ്ഷനൊക്കെ 1-2 കഫറ്റീരിയകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്ട്രീറ്റ് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അത്യാവശ്യം ആ ഒരു നൈറ്റ് ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം ക്രൗഡഡും ഒക്കെ ആയിരുന്നു. പിന്നെ ഈ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ താഴെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഏത് ഭാഗത്താണെങ്കിലും നമുക്ക് അത്യാവശ്യം നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ അവിടെ കുറേ ഏജൻറ്റുമാരൊക്കെ നിൽക്കുന്നുണ്ടാവും. അവർ നമ്മളോടൊക്കെ ചോദിക്കുന്നുണ്ടാവും ഇങ്ങനെ പാക്കേജ് ഉണ്ട് നിങ്ങൾക്ക് കയറണമെന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ബാർഗെയിനിങ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്യാവുന്നതാണ്. സാധാരണ അവർ പാക്കേജായിട്ട് പറയുന്നത് ഈ ഒരു ടൂർ ഉണ്ടാവും പ്ലസ് അതിനോടൊപ്പം മൈൻഡ് ടേസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവും അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ ഓഫർ പറയുന്നത്.
അപ്പം നമ്മൾ ബോട്ടിങ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഈ ഏജൻറ്റ് നമ്മളെ നേരെ കൊണ്ടുപോയിട്ട് ഈ ബോട്ടിങ് നടത്തുന്നവരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുക. പിന്നെ തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ വൈൻ ടേസ്റ്റിംഗ് സംഭവമൊക്കെ ഉണ്ടെന്ന് പറയാറ്. പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് അവരവിടെ ഉണ്ടാവണമെന്നൊന്നുമില്ല. നമ്മുടെ ബോട്ടിങ് കഴിഞ്ഞ സമയത്ത് നമ്മൾ അവരെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ നമ്മളെ അധികം കണ്ട ഭാവമൊന്നും നടിക്കുന്നുണ്ടായിരുന്നില്ല. എന്തായാലും നമുക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ളത് കാരണം നമുക്കത് ടേസ്റ്റ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ ഒന്നും ചോദിക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുത്തെ ബോട്ടിംഗ് അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കുറേ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. ഇനി നമുക്ക് ഇവിടെ കാണാനുള്ളത് കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ മെയിനായിട്ട് വരുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതുകൂടി നമുക്കൊന്ന് കണ്ടിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. സിറ്റിക്കുള്ളിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പാർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ പോകുന്നത് കുറേ അധികം ഹോട്ടലുകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. അതുപോലെ പഴയ പഴയ ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പം ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനാണ് നമ്മളിപ്പോൾ അടുത്ത് കാണാൻ പോകുന്നത്. ഇവിടുത്തെ ഈ ഒരു ബിൽഡിങ്ങിൽ ഒരു വലിയൊരു ക്ലോക്ക് ഉണ്ട്. അതിൽ എല്ലാ 1 അവർ കൂടുമ്പോഴത്തേക്കും ഒരു മാലാഖ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ മണിയടിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് ആ ഒരു അവറിന് വേണ്ടിയിട്ട് കാത്തിട്ട് ഇങ്ങനെ ടൂറിസ്റ്റുകളൊക്കെ കുറേ അധികം പേര് അവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിനോട് ചേർന്നും ആ ഒരു സെയിം ബിൽഡിങ്ങിലും ഒക്കെ ആയിട്ട് തന്നെ കുറച്ച് കോഫി ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് നേരം കോഫിയൊക്കെ കുടിച്ചിട്ട് വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരുടെയും കൂടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് തിബിലിസിയിലെ ഫേമസ് ആയിട്ടുള്ള ക്ലോക്ക് ടവർ. ഇതിന് മുകളിൽ ഒരു പപ്പറ്റ് തിയേറ്റർ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന മാലാഖ കയ്യിലൊരു ചുറ്റികയൊക്കെ പിടിച്ചിട്ടാണ് വരിക. ഇതിൻ്റെ പുറത്തൊരു മണിയുണ്ട്. ഇപ്പോൾ 1 മണിയാണെങ്കിൽ ആ ചുറ്റിക കൊണ്ട് ഈ മണിയിലേക്ക് ഒരു പ്രാവശ്യം അടിക്കും. അങ്ങനെയാണ് എല്ലാ മണിക്കൂറിലും ഇവിടുത്തെ ഈ ഒരു ഷോ ഉണ്ടായിരിക്കും. പിന്നെ മൊത്തത്തിൽ ഈ ഒരു ഏരിയ കാണാനും നല്ല ഭംഗിയുള്ളതാണ്. കുറേയധികം സംഭവങ്ങളൊക്കെ കാണാനും ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഏരിയ ആരും മിസ്സാക്കാണ്ടിരിക്കുകയാണ് നല്ലത്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു പള്ളി വരുന്നുണ്ട്. അവിടെ കുറേ ഇങ്ങനെ പിക്ചർ കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനോട് ചേർന്നിട്ട് കുറച്ച് കഫറ്റീരിയകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് നമുക്ക് ചാർജ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പവർ ബാങ്ക് റെൻറ്റിന് എടുത്തിട്ട് ഒരു ½ ആൻ അവറോളം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള കഫേകളിലൊക്കെ കയറുമ്പോൾ ശരിക്കും നമ്മളൊരു മ്യൂസിയത്തിൽ കയറിയ പോലെയാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു. ഒത്തിരി ചെടികളൊക്കെ ഇങ്ങനെ പടർത്തിയിട്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങിനകത്തായിരുന്നു ഈ കഫേ വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴും ചോറിലാണെങ്കിലും കൗണ്ടറിലാണെങ്കിലും ഒക്കെ വെറൈറ്റി ഡെക്കറേഷൻസ് ഒക്കെ ആയിരുന്നു. പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഒരു പള്ളി കൂടി കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജോർജിയ ട്രിപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് ഈ തിബിലിസി സിറ്റി ടൂറിന് വേണ്ടിയിട്ട് തന്നെയാണ്. എന്നാലും നമ്മൾക്ക് ഒരു മുഷിവേ തോന്നുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്കും അധികം നമുക്ക് അവിടെ കാണാനുണ്ടായിരുന്നു. ഈ ഒരു സ്ട്രീറ്റിൽ നമ്മൾ കുറേയധികം ഹോട്ടലുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓരോന്നും ഒന്നുക്കൊന്നും മെച്ചം എന്ന് തന്നെ പറയാം. എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ താമസിച്ചില്ലെങ്കിലും പുറത്തുനിന്നൊക്കെ അത്യാവശ്യം എല്ലാം ആസ്വദിച്ചൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും തിബിലിസിയിലെ കാഴ്ചകളിൽ വളരെ കുറച്ച് മാത്രം തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇതിലും മനോഹരമായ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.